ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി പരിചയപ്പെടാം. റവ പായസം. ഇത് നിങ്ങളിൽ പലർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് റവയെ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. റവ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ റവ കരിഞ്ഞു പോവും. ഇപ്പോൾ റവ നന്നായിട്ട് ഫ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ, അതായത് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ചതച്ച ഏലക്കായയോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. റവ കട്ട കെട്ടി പോവരുത്. നമുക്കിത് റവ കുക്കായി വരുന്നത് വരെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് തിളച്ചു വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലപോലെ ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് റവയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.